കോൺഗ്രസ് നയിക്കുന്ന UDF-ൻ്റെ ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലാണ്. രണ്ട് കൈയുണ്ടല്ലോ. മറ്റേ കൈ എവിടെയാ? മറ്റേ കൈ BJP തോളിലായിരിക്കും. ഒരു ഭാഗത്ത് മുസ്ലിം മതതീവ്രവാദവും മറുഭാഗത്ത് ഹിന്ദു മതതീവ്രവാദവുമാണ് ഈ പാർട്ടികളുടെ പ്രാതിനിധ്യം. അവരുമായിട്ടാണ് ചങ്ങാത്തക്കൂടൽ പോകുന്നത്. ഈ രാഷ്ട്രീയം മഹാത്മാഗാന്ധിയുടെ പാർട്ടിക്ക്, നെഹ്റുവിൻ്റെ പാർട്ടിക്ക് എന്നവകാശപ്പെടുന്ന പാർട്ടിക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ. ആ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഇത്തവണ നാച്ചുറൽ ചോയ്സായി LDF വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് കോൺഗ്രസിൻ്റെ ഗതികെട്ട അവസ്ഥയാണ്. ഞാൻ അദ്ദേഹം പറഞ്ഞു പോകുന്നില്ല. തരം കിട്ടുമ്പോഴെല്ലാം മോദി സ്തുതി പാടുന്നൊരു നേതാവുണ്ട് കോൺഗ്രസ്സിന്. ചെറിയ ആളല്ല, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. സാക്ഷാൽ തിരുവനന്തപുരം MP ശശി തരൂർ. വർക്കിംഗ് കമ്മിറ്റിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഉന്നതാധികാര ഘടന സമിതി. അതിൽ ബഹുമാനപ്പെട്ട അംഗമാണ് ശശി തരൂർ. എല്ലാ ആഴ്ചയിലും അദ്ദേഹത്തിൻ്റെ വകയായിട്ട് പ്രസ്താവന വരും BJPക്ക് അനുകൂലമായിട്ട്. ഇപ്പോൾ ന്യൂയോർക്കിലെ പുതിയ ഇടതുപക്ഷ മേയറെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ മേയറെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് വിളിച്ച അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപുമായിട്ടുണ്ടായ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ ഒരു പഴുതുണ്ടാക്കിയിട്ട് അവിടെയും ശശി തരൂർ മോദിയെ സ്തുതിച്ചു. മോദിയെ സ്തുതിക്കുന്ന തൻ്റെ നിലപാടിനെ വള്ളപൂശി കാണിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഇതാണ് പുതിയ കോൺഗ്രസ്. അന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ചോദിച്ചു, ഇങ്ങനെ എപ്പോഴും സ്തുതിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് തരൂർ ഇവിടെ നിൽക്കുന്നത്, അങ്ങോട്ട് പോയിക്കൂടെ എന്ന് ചോദിച്ചു. അവർ ശബ്ദം താഴ്ത്തിയാണെങ്കിലും ഈ രാജ്യം ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ നേതാവിനെ പുറത്താക്കാൻ എന്തേ കോൺഗ്രസ് പാർട്ടിക്ക് ധൈര്യമില്ല? എന്തേ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു നേതാവും നഗ്നമായിട്ട് ഈ അളവിൽ BJPയുമായി ചങ്ങാത്തം കൂടുന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ പുറത്താക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നു? ഞാൻ ഉപയോഗിച്ച വാക്ക് മെമ്പർമാരെന്നാണ്. അത്തരക്കാർ വർക്കിംഗ് കമ്മിറ്റി ഒരാളല്ല ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ വാക്ക് ഉപയോഗിച്ചത്. ബഹുവചനം ശരിയാണ്, ഒരാളല്ല ഉള്ളത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഒന്നിലേറെ ആളുകൾ മനസ്സുകൊണ്ട് BJPക്കാരാണ്. മനസ്സുകൊണ്ട് അവർ തക്കം പാർത്തിരിക്കുകയാണ്. ഉചിതമായ മുഹൂർത്തത്തിൽ അവർ ടാറ്റ എന്ന് പറഞ്ഞുകൊണ്ട് പോകും BJPയിലേക്ക്. അതാണ് പുതിയ കോൺഗ്രസ്. അതുകൊണ്ട് ആ കോൺഗ്രസ് പാർട്ടിക്ക് BJPയുമായി ചങ്ങാത്തം ചേരാൻ ഒരു മടിയും ഉണ്ടാകില്ല എന്ന കാര്യം കണ്ടതാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.